നമസ്കാരം, സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബിജു തോമസ്. പ്രധാന വാർത്തകൾ. യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ചു. കരുളായി മൈലമ്പാറ തെക്കേമുണ്ട സ്വദേശി കല്ലേന്തോടൻ ഹംസയാണ് മരണമടഞ്ഞത്. വെടിയേറ്റത് വേട്ടയ്ക്ക് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന തോക്കിൽ നിന്ന്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കുളമ്പ് രോഗം വ്യാപകമാവുന്നു. 40 സെന്റ് മരുതങ്ങാട് ഭാഗങ്ങളിൽ 50ഓളം കന്നുകാലികൾക്ക് കുളമ്പ് രോഗബാധ. പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ പണിമുടക്ക് തുടങ്ങി. കാലാവധി കഴിഞ്ഞും കൂലി പുതുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. വാർത്തകൾ വിശദമായി. യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ചു. കരുളായി തെക്കേമുണ്ട സ്വദേശി കല്ലേന്തോടൻ ഹംസയാണ് മരണമടഞ്ഞത്. 30 വയസ്സായിരുന്നു. കരുളായി പഞ്ചായത്തിലെ നെടുങ്കയത്തു നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള നിബിഡ വനത്തിലെ കാരിരിപ്പാടത്തു നിന്നാണ് ഹംസയ്ക്ക് വെടിയേറ്റതെന്നാണ് നിഗമനം. ഹംസയും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും വീടിന് സമീപത്തിലൂടെ വനത്തിൽ കയറി വേട്ട നടത്തുന്നതിനിടെയാണ് വെടിയേറ്റതെന്നാണ് സൂചന. അത്യാഹിതം സംഭവിക്കുമ്പോൾ ഹംസയ്ക്കൊപ്പം 5 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇവർ നൽകിയ വിവരം ഇപ്രകാരമാണ്. രാത്രി 10:30യോടെയാണ് ഹംസയ്ക്ക് വെടിയേറ്റതെന്നും തുടർന്ന് രാത്രി ഏറെ വൈകി സുഹൃത്തുക്കൾ ഹംസയെ ഉണ്ണിക്കുളത്തെത്തിക്കുകയായിരുന്നെന്നും തുടർന്ന് നിലമ്പൂർ താലൂക്ക് ആശുപത്രി എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നുവെന്നാണ്. തുടർന്ന് ഹംസയുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനപാലകരും പോലീസും സംഭവം നടന്ന സ്ഥലം കണ്ടെത്തുകയായിരുന്നു. ഇവിടെ നിന്നും വേട്ടയ്ക്ക് ഉപയോഗിച്ചെന്ന് കരുതുന്ന തോക്കും ഉണ്ടയും അധികൃതർ കണ്ടെടുത്തു. കരുളായി മലയോര മേഖലയായ മൈലമ്പാറ തെക്കേമുണ്ട സ്വദേശി ഹംസ ഏറെ നാൾ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. തുടർന്ന് റബ്ബർ മരങ്ങൾ വാങ്ങി സ്ലോട്ടർ ബിസിനസ് നടത്തി വരികയായിരുന്നു. സജ്ന ഭാര്യയും ഫഹിമിൻ, ഫാസിദ് എന്നിവർ മക്കളുമാണ്. സംഭവസ്ഥലം നിലമ്പൂർ CI AP ചന്ദ്രൻ, SI സുനിൽ പുളിക്കൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ റേഞ്ച് ഓഫീസർ സുനിൽകുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുഹമ്മദ്, അജീഷ്, വിരലടയാള വിദഗ്ധൻ ഷിജുരാജ് എന്നിവർ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് മൃതദേഹം നാട്ടിലെത്തുന്ന മുറയ്ക്ക് മൃതദേഹം മൈലമ്പാറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. കരുവാരകുണ്ട് കിഴക്കേത്തലയിലെ ഗതാഗതക്കുരുക്ക് മൂലം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം പതിവാകുന്നു. കിഴക്കേത്തല തരിശ് റോഡ് ജംഗ്ഷനിലാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലെ കരുവാരകുണ്ട് കിഴക്കേത്തലയിലാണ് ഈ ദുരവസ്ഥ നിലനിൽക്കുന്നത്. ഇന്ന് ഉച്ചയോടെ ഇവിടെ 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഓട്ടോ സ്റ്റാൻഡ്, തരിശ് റോഡ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷനിൽ ഗതാഗത തടസ്സം ഊരാകുരുക്കായി മാറിയ സ്ഥിതിയിലാണ്. ഇരുദിശകളിൽ നിന്നും വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ ഏറെ സമയമെടുക്കും. കരുവാരകുണ്ടിലെ പ്രധാന സ്ഥലമായ തരിശ് പ്രദേശത്തേക്ക് ദിവസം തോറും നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. കൃത്യമായ സ്ഥലത്ത് ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാത്തതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഗതാഗത തടസ്സം ഇല്ലാതാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചില്ലറ വ്യാപാര രംഗത്ത് ഇന്ത്യയിൽ വിദേശ കുത്തകകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ കടയടച്ച് പ്രതിഷേധിക്കുന്നതിന് മുൻപായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് കമ്മിറ്റി പൂക്കോട്ടുംപാടം ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വൈകുന്നേരം നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് TK മുകുന്ദൻ, ജനറൽ സെക്രട്ടറി M കുഞ്ഞുമുഹമ്മദ്, മാവുങ്ങൽ അബ്ദുൽ കരീം, കട്ടക്കാടൻ അലി, ഷൗക്കത്ത് കൂറ്റമ്പാറ എന്നിവർ നേതൃത്വം നൽകി. ചോക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുളമ്പ് രോഗം വ്യാപകമാവുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കാത്തതിനാൽ രോഗം മേഖലയിൽ പടർന്നു പിടിക്കുന്നു എന്നാണ് കർഷകരുടെ പരാതി. ചോക്കാട് പഞ്ചായത്തിലെ 40 സെന്റ് ഗിരിജൻ കോളനി, പടയന്താട്, മരുതങ്ങാട് ഭാഗങ്ങളിലാണ് കന്നുകാലികളിൽ കുളമ്പ് രോഗം കണ്ടു തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഭക്ഷണാവശ്യത്തിനായി അന്യസംസ്ഥാനത്തു നിന്നും കൊണ്ടുവന്ന കന്നുകാലികളിൽ നിന്നുമാണ് രോഗം പടർന്നു പിടിച്ചതെന്ന് കർഷകർ സംശയിക്കുന്നു. 50ഓളം കന്നുകാലികൾക്ക് രോഗം പിടിപെട്ടതായും കർഷകർ പറയുന്നു. ആദ്യഘട്ടത്തിൽ വായിൽ നിന്ന് നുരയും പതയും വരുന്നതാണ് രോഗത്തിന്റെ ലക്ഷണം. തുടർന്ന് മൃഗങ്ങൾക്ക് പനിയും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയും നാവിൽ നിന്ന് തോലുപോകുന്നതും
4 കാലുകളിലും പഴുപ്പ് പ്രത്യക്ഷപ്പെടുന്നതുമാണ് രോഗലക്ഷണം. ഒരു വളർത്തുമൃഗത്തിന് രോഗം പിടിപെട്ടാൽ 1 കിലോമീറ്റർ പരിധിയിൽ രോഗം വ്യാപകമാകുമെന്നതും രോഗത്തിന്റെ പ്രത്യേകതയാണ്. സഹോദരങ്ങളായ തെക്കേതെരുവിൽ ജോസഫിന്റെയും സെബാസ്റ്റ്യന്റെയും 5ഓളം പശുക്കൾക്കും അനേഷിന്റെ 3 പശുക്കളിൽ 2 എണ്ണത്തിനും രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം പിടിപെട്ടാൽ പാലിന്റെ ഉൽപാദനം വളരെ കുറയുന്നതായും ചില സമയങ്ങളിൽ പാല് ലഭിക്കാത്ത അവസ്ഥയും നിലവിലുണ്ടെന്നും കർഷകർ പറയുന്നു. നിലവിൽ രോഗം മാറുന്നതിന് പ്രത്യേകം മരുന്നുകളില്ല എന്നതും പ്രതിരോധ കുത്തിവയ്പ് മാത്രമേ ഉള്ളൂ എന്നതും കർഷകരെ ഏറെ വലയ്ക്കുന്നുണ്ട്. ഗർഭിണിയായ പശുക്കൾക്ക് ഈ മരുന്ന് നൽകുവാനും കഴിയാത്തതിനാൽ ഏറെ വില കൊടുത്ത് നാട്ടുവൈദ്യർ നൽകുന്ന മരുന്നുകളാണ് കർഷകർ മൃഗങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായി നമ്മുടെ കന്നുകാലികൾക്കൊക്കെ ഇങ്ങനെ ഒരു രോഗം കണ്ടു തുടങ്ങി. അപ്പം മൃഗാശുപത്രിയിൽ ചെന്ന് പറഞ്ഞു. അവർ വന്നൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പോയി. പിന്നെ അതിനുശേഷം ഇനി അത് മാത്രമേ ചെയ്യാറുള്ളെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത പ്രദേശത്ത് വന്ന കന്നുകൾക്കൊന്നും അവർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു രോഗം വന്നതുകൊണ്ട് ഇതിൻ്റെ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ആശുപത്രിയിൽ നിന്ന് കുറച്ച് മരുന്നുകളൊക്കെ വാങ്ങിച്ച് പിന്നെ കുറേ നാടൻ ചികിത്സകളൊക്കെ ചെയ്തങ്ങനെ പോകുന്നു. കന്നുകൾക്ക് പാല് വളരെ കുറവാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ തീറ്റ തിന്നുന്നില്ല, നാവിൽ കൂടെ വെള്ളം ഒലിക്കുക, നാവിലെ തൊലി പോകുക, ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ട്. കൂടാതെ മഞ്ഞൾ, ഇരട്ടിമധുരം, കരിഞ്ജീരകം, ആര്യവേപ്പില, വെളുത്തുള്ളി, വലിയ ജീരകം, വാളംപുളി തുടങ്ങിയ 15ഓളം പച്ചമരുന്നുകൾ ചേർത്ത മരുന്നും കർഷകർ കന്നുകാലികൾക്ക് നൽകുന്നുണ്ട്. എങ്കിലും മേഖലയിൽ രോഗത്തിന്റെ തോത് വർദ്ധിക്കുന്നതായും കർഷകർ പറയുന്നു. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മേഖലയിൽ സജീവമാണെന്നും 40 സെന്റിൽ കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തത് മുതൽ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നുമാണ് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികലാംഗരുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയിൽ വികലാംഗർക്കുള്ള അവശ്യ ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വികലാംഗർക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. മാതൃകാ പദ്ധതിക്ക് വേണ്ടി 5 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നുവെങ്കിലും 3 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ മാത്രമാണ് വിതരണം ചെയ്തത്. വികലാംഗർ അനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് 2 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ 200ഓളം രോഗികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ KK അഷ്റഫ്, V അഷ്റഫ്, A ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.